I have a dream, that's all I need. I'll make it happen with some work and belief. Know what I want, so I'll take it on. I've made mistakes, but mistakes make you strong. Let's break it down for a minute. I want the crown, I'm gon' get it. You hear me loud, man, I'm winning. Yeah, Charlie Sheen will be grinning. These ladies know that I'm sinning, and this is just the beginning. I'm closing in the ninth inning. There ain't no point in resisting. Living life like a dream, live it right, that's the thing. Every night got a team, I've been tied to the scene. Out on stage, here I'm screaming, okay, it's a dream. And I pray as a team, one day it'll be me. If I want it, then I get it. Head down, don't regret it. Push myself to the limit. If I play it, then I win it. I'm just saying, I'm just living for today. For a minute, I don't stay, I just visit. Have no shame, I admit it. Looking on me to see if I succeed, to see if I believe. They're looking up to me. They want the best of me now, best of me now, best of me now, best of me. They want the best of me now, best of me now, best of me now, best of me. They want the best of me now. ഈ മാങ്ങ കൊണ്ട് നമുക്ക് ചമ്മന്തി അരക്കാം. മാങ്ങ ഇട്ടിട്ട് ചമ്മന്തി അരക്കാനുള്ള ഇതുകൊണ്ടാണ് നമുക്ക് അമ്മച്ചെടുത്ത് പോയിട്ട് ചമ്മന്തി അരക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടായിരുന്നല്ലോ അമ്മച്ചന് മാവിന്ന് മാങ്ങ പറിച്ചത്. അപ്പൊ ഈ മാങ്ങ കൊണ്ടുള്ള ഒരു ചമ്മന്തിയാണ് ഇന്ന് അമ്മച്ചി ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അത് അരകല്ലില് അരച്ചിട്ടുള്ള മാങ്ങ ചമ്മന്തി അല്ല അമ്മച്ചി. അപ്പൊ ഇത് എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. അപ്പൊ ആദ്യം ഒരു മാങ്ങ പോലെ, ഒരു മാങ്ങ മതി. അപ്പൊ ഒരു മാങ്ങ ചെറുത് എടുത്തിട്ടാണ് നമ്മൾ ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പോണം. അപ്പൊ നമുക്ക് ചെയ്യാം. ഇപ്പം നമ്മള് മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാൻ പോണല്ലോ. അതിനിപ്പ ഒരു മാങ്ങ എടുക്കുന്നുണ്ട്, പിന്നെ തേങ്ങയുടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, അരമുറി തേങ്ങ, പിന്നെ കുറച്ച് ചുമന്നുള്ളി, ഒരു 3 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കറിവേപ്പില, അതിനകത്ത് ആവശ്യത്തിന് ഉപ്പും. മാങ്ങ ചെത്ത ആദ്യം നമുക്ക് മാങ്ങ ചെത്തി എടുത്തിട്ട് ഈ കല്ലിൽ അരച്ചെടുക്കാം. ഇപ്പൊ ഒരു മാങ്ങ നമ്മള് ചെത്തി ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്, കഴുകിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് അരക്കാം. ഫസ്റ്റ് മാങ്ങ ചതച്ച് എടുത്ത് ആണ് ആദ്യം ഫസ്റ്റ് എടുക്കണത്. മാങ്ങ ഒന്ന് ചതക്കണം, അല്ലെങ്കിൽ അത് തെറിച്ച് പോകും. ചെറുതിലെ കണ്ടിട്ടുള്ളത് ഈ കല്ലിലൊക്കെ അരക്കണത്. ആരും ഇങ്ങനെ ചെയ്യാറില്ലല്ലോ, മിക്സിയിലാണല്ലോ ചെയ്യുന്നത്. ചെറുത് നമ്മുടെ ചമ്പക്കര വീട്ടിലേക്ക് എവിടെ ഇങ്ങനത്തെ കല്ലൊന്നും ഇല്ലല്ലോ. നമ്മൾക്ക് മാങ്ങ അരച്ചു കഴിഞ്ഞ് ഇനി നമ്മള് പച്ചമുളകും ഈ ചെറിയ കഷ്ണം ഇഞ്ചി ഉള്ളി എല്ലാം കൂടി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അതിനകത്ത് തന്നെ വേപ്പലയും കൂടി ചേർക്കാം. ഒരു 2 തണ്ട് വേപ്പല ചേർത്തിട്ട് ചേർക്കാം. ലാസ്റ്റ് ഈ കല്ലിൽ നമ്മൾ ചോറ് വരട്ടി കഴിക്കൂലേ? നല്ല ഇഷ്ടമാണ്. കാന്താരിമുളകൊക്കെ കാന്താരിമുളക് നല്ലതാണ്. നമുക്ക് കാന്താരിമുളക് ഇല്ലല്ലോ, കഴുകണ്ട.
ഇത് തേങ്ങ ഇതിനകത്തോട്ട് വെക്കാണ് കേട്ടാ. തേങ്ങയല്ലേ? അരമുറിയല്ലേ? അരമുറി തേങ്ങ വേണ്ടി. ചമ്മന്തി എന്നിട്ട് തേങ്ങ ഒന്ന് അരഞ്ഞു കിട്ടിയാൽ മതിയാവും അല്ലേ? അരഞ്ഞാൽ മതി. അപ്പുറത്ത് കഴിഞ്ഞ് നമ്മുടെ ചമ്മന്തി റെഡിയായി. ചമ്മന്തി റെഡി. ഇപ്പൊ കല്ലിലരച്ച മാങ്ങാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ചമ്മന്തി ഇടുന്നു അല്ലേ? ഈ കല്ലിലിട്ട് ചോറ് കഴിക്കൂലേ? പിന്നെ ചോറ് കഴിച്ചാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ചോറ് എനിക്കില്ല. നേഹ ഞാനിത് കേട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കല്ലില് അരച്ച കല്ലില് ചോറിട്ട് പുരട്ടി കഴിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ അതൊന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. നേഹ പാടി. ചമ്മന്തി ആ കല്ലിലിട്ടതാണേ, നല്ല ടേസ്റ്റ് അല്ലേ? ഇവിടെ സ്ഥിരം ഇവിടെ വരുമ്പോ കഴിക്കണം അല്ലേ? ഇവിടെ എപ്പോഴും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മിക്സിയിൽ ഇറക്കണ ചമ്മന്തി ഒന്നല്ല, കല്ലിൽ ഇറക്കുമ്പോ അതിന്റേതായ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പൊ കല്ലുണ്ടെങ്കിൽ എല്ലാരും ട്രൈ ചെയ്തോ. വീട്ടിലൊരു ചെറിയ കല്ല് അത്യാവശ്യമുള്ളൂ, നല്ലതാണ്. എനിക്കിപ്പോ സത്യം ഇത് കണ്ടപ്പോ വാങ്ങാൻ തോന്നുന്നുണ്ട്. ഒരു ചെറിയ കല്ലല്ലേ, അതിന്റെ ഒരു ടേസ്റ്റ്. അറ്റ്ലീസ്റ്റ് ഒരു ചമ്മന്തി ഇറക്കാനെങ്കിലും ഒരു കല്ല് വേണം അല്ലേ അമ്മച്ചി? അമ്മച്ചി കല്ലൊക്കെ ക്ലീൻ ചെയ്യാൻ കല്ല് വേണം. അതെ, അരക്കാനാണോ അറിയില്ലാത്ത, അരക്കാൻ എനിക്ക് പഠിച്ചെടുക്കണം. ചിലപ്പോ കല്ല് മുഴുവനും ഇതാവുമല്ലേ? ഓക്കെ, അപ്പൊ അമ്മച്ചിന്റെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് നോക്ക്. ഞാൻ ടേസ്റ്റ് നോക്കി, ചോറിലിട്ട് കുഴച്ച് കഴിച്ചത് നോക്കിട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റ്. ഞാൻ വെറുതെ പറഞ്ഞല്ല അമ്മച്ചി, കല്ലിലിട്ടുള്ള ആ അരച്ചിട്ടുള്ള കറി എനിക്ക് തോന്നുന്നു ഞാൻ പണ്ട് നമ്മുടെ അമ്മച്ചിയുടെ വീട്ടിലൊക്കെ, പഴയ വീട്ടിലാണ് ഞാൻ കണ്ടിട്ടുള്ള എന്റെ ചെറിയ ഓർമ്മയില്. അത് അരക്കുമ്പോ പോയി നോക്കിയിരിക്കും, രസമായിരുന്നു അരക്കണ്ടിരിക്കാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അന്ന് ഓർമ്മയില്ല ടേസ്റ്റ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മള് മിക്സിയിൽ അരക്കണ ടേസ്റ്റ് അല്ലേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ ഇതുപോലെ എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം. ഈസി റെസിപ്പിയാണ്, നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും, പക്ഷെ അത് അരകല്ലിൽ അരക്കുമ്പോഴുള്ള വ്യത്യാസം വേറെ തന്നെ. അമ്മച്ചി താങ്ക്സ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ നിങ്ങളുടെ കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്. ബൈ പറഞ്ഞു. താങ്ക് യു. ബൈ.